ജൂൺ 21 തിയേറ്ററിലൂടെ റിലീസായ ഏറ്റവും പുതിയ മലയാളം സ്കൈഫൈ ചിത്രമാണ് ഗഗനാചാരി. ട്രെയിലറൊക്കെ കണ്ട് വലിയൊരു എക്സ്പെക്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. എന്തായാലും ചിത്രം കണ്ടു. പാലക്കാട് പ്രിയതമ തിയേറ്ററിൽ നിന്നാണ് ഞാൻ സിനിമ കണ്ടത്. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോ ഷാ. ഗണേഷ് കുമാർ, അജു വർഗീസ്, ഗോകുൽ സുരേഷ്, അനാർക്കലി എന്നിവർ കേന്ദ്ര കഥാപാത്രമായി വന്ന് മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സ്കൈഫൈ സയൻസ് ഫിക്ഷൻ ചിത്രമാണ് ഗഗനാചാരി. 2030, 2040 കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റ് ടൈമിൽ കേരളത്തിൽ നടക്കുന്ന ഒരു ഡാമെല്ലാം പൊട്ടി നാടിൽ മൊത്തം വെള്ളം കയറി നശിച്ച് കിടക്കുന്ന ഒരു സമയത്ത് നടക്കുന്ന ഒരു കഥേനെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഏലിയൻസ് ഒക്കെ വരികയും ഒരുപാട് ടെറിട്ടറിയിലും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതിന് ശേഷം നടക്കുന്ന ഒരു കഥേനെയാണ് ഇതിൻ്റെ അകത്ത് ഇവർ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്ന അരുൺ ചന്തു ആണ്. ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഭീരം എന്നല്ലാതെ മറ്റൊരു വാക്ക് പറയാനില്ല. അത്ര മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ ചിത്രം തന്നെയാണ്. എനിക്കൊന്ന് മലയാളത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ ചിത്രമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ തികച്ച് പറയാൻ പറ്റില്ല, കാരണം കഴിഞ്ഞ വർഷമാണോ കഴിഞ്ഞ മുമ്പത്തെ വർഷമാണോ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആവാസവ്യൂഹം എന്ന് പറയുന്ന ചിത്രം ഇതുപോലൊരു സയൻസ് ഫിക്ഷൻ കാറ്റഗറി പെടുന്നൊരു ചിത്രമായിരുന്നു. അപ്പോൾ ആ ചിത്രം ഞാൻ തിയേറ്ററിലാണ് കണ്ടത്. നിങ്ങൾ അത് തിയേറ്ററിൽ കാണാൻ ചാൻസ് വളരെ കുറവാണ്. അത് OTT യിലാണ് റിലീസായത്. ഞാൻ IFFKയിൽ അത് ഫസ്റ്റ് പ്രീമിയർ നടന്ന സമയത്ത് ഞാനത് കണ്ടിരുന്നു. അപ്പം ഞാൻ ആഗ്രഹിച്ചു ഇത്തരത്തിലുള്ള സിനിമകൾ മലയാളത്തിൽ ഇനി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെന്ന്. ആവാസവ്യൂഹം ഡയറക്റ്റ് ചെയ്ത കൃഷ്ണന്ത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ഒരു പുതിയൊരു വിഷനോട് കൂടി തിയേറ്ററിലേക്ക് മലയാള ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലൊരു വിഷൻ കൊണ്ടുവരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് പേഴ്സണലി സ്കൈഫൈ സയൻസ് ഫിക്ഷൻ ചിത്രങ്ങളോടൊക്കെ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട്. അതുകൊണ്ട് എനിക്കിത് നല്ല രീതിയിൽ വർക്കൗട്ടായി. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂട്ടത്തിൽ സിനിമ കാണാനിരുന്നതെല്ലാം ഒരു ഫാമിലി ഓഡിയൻസ് ആയിരുന്നു. എല്ലാവർക്കും വർക്കൗട്ടായി. എല്ലാവർക്കും നല്ല രീതിയിൽ ചിരി ഉണർത്താനും എല്ലാവരും നല്ല എൻഗേജ് ആയിട്ട് ഈ ചിത്രം ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നല്ല രീതിയിൽ വർക്കൗട്ടായ ഒരു അടിപൊളി ചിത്രം തന്നെയാണ് ഗഗനാചാരി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ ആണ്. അരുൺ ചന്തു ആണ് ഇതിൻ്റെ റൈറ്റർ ആൻഡ് ഡയറക്ഷൻ. ഗംഭീര വർക്കെന്ന് തന്നെ പറയാം. നല്ലൊരു വിഷനോട് കൂടി ഇതിനെ സമീപിച്ചതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ള അതേ ഒരു പ്ലോട്ട് തന്നെയാണ്. എന്നാൽ ആ പ്ലോട്ടിനെ എടുത്ത് അതിലേക്ക് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നൊരു എലമെൻറ്റിനെ ആഡ് ചെയ്തിട്ട് എത്രത്തോളം നമ്മളെ എൻഗേജിങ് ആയിട്ട് വെക്കാൻ സാധിക്കുമോ അത്രത്തോളം എൻഗേജിങ് ആക്കി വെക്കുകയും അത്രത്തോളം കോമഡിയും വർക്കൗട്ടാക്കി ഇതിനെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് ആവട്ടെ, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ച് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ആ ഒരു ടെക്നോളജിയെ വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്ത് ഓരോ വിഷൻസ് അവരുടെ ഒരു ഭാവിയിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ നടക്കാം, അല്ല എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം, ഏലിയൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ എത്രത്തോളം മാറ്റങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകും എന്നുള്ള ഒരു വിഷനോട് കൂടി അതിനെ സമീപിച്ചിട്ട് അത്തരത്തിലുള്ളൊരു വിഷ്വൽസിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഗംഭീരം എന്ന് തന്നെ പറയാം. സൂപ്പർ വർക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ VFX വർക്ക് ഏറ്റവും വലിയ പോസിറ്റീവുകളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. VFX വർക്ക് സിനിമയുടെ ടുവേർഡ്സ് ദ എൻഡ് ഒരു ഗംഭീര ഒരു ഷോട്ട് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും ഈ ചിത്രത്തിൽ നല്ല രീതിയിൽ VFXന് പണിയെടുത്തിട്ടുണ്ടെന്നുള്ളത്. സൂപ്പറാണ്. മലയാളത്തിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങളും ഇത്തരത്തിലുള്ള ഒരു മാറ്റങ്ങളും ഉണ്ടാകുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ഇനിയും തുടർന്ന് ആൾക്കാർക്ക് ഇതുപോലത്തുള്ള സയൻസ് ഫിക്ഷൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു പ്രചോദനം നൽകുന്ന ഒരു ചിത്രം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഗഗനാചാരി. ഈ 2030, 2040 കാലഘട്ടങ്ങളിൽ ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുകയും ഏലിയൻസിൻ്റെ കടന്നുവരവും അതിനുശേഷം ഈ ഭൂമിയിൽ എത്രത്തോളം മാറ്റം വരുന്നു, അതുപോലെ തന്നെ കേരളത്തിൽ ഒരു ഡാം പൊട്ടി വെള്ളപ്പൊക്കം കാരണം ഒരുപാട് നമ്മുടെ കൊച്ചി മുഴുവൻ മുങ്ങിപ്പോവുകയും ബാക്കിയുള്ള ജില്ലകളെല്ലാം വെള്ളത്തിനടിയിലാവുകയൊക്കെ ചെയ്തതിന് ശേഷം ഒരു മൂവർ സംഘം, നമ്മുടെ ഗണേഷ് കുമാർ, അജു വർഗീസ്, ഗോകുൽ സുരേഷ് എന്നിവർ മൂവർ സംഘം ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗണേഷ് കുമാർ ഒരു യുദ്ധത്തിൽ ഏലിയനിനെ വെടിവെച്ച് കൊല്ലുകയും അങ്ങനെ ഒരു വീരപരിവേഷം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഒരു പ്രിവിലേജും കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിലുണ്ട്. അപ്പോൾ അവരൊരു ഒരു അഡ്വാൻസ്ഡ് ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇടയിലേക്ക് ഒരു ഏലിയൻ കടന്നു വരികയും, അനാർക്കലിയാണ്. അപ്പോൾ ഏലിയൻ കടന്നു വരികയും പിന്നീട് എന്ത് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചിത്രം തുടങ്ങുന്ന സമയത്ത്
ഈ ഗണേഷ് കുമാറിനെ ഇന്റർവ്യൂ ചെയ്ത ഒരു ഡോക്യുമെന്ററി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾക്കാർ വരുന്ന തൊട്ടാണ് ഇതിന്റെ തുടക്കം. അതുകൊണ്ട് തന്നെ ചിത്രം തുടങ്ങി തീരുന്നവരെ ഒരു ഡോക്യുമെന്ററി സ്വഭാവത്തിലാണ് ചിത്രത്തിന്റെ ഒരു പോക്ക്. അവരുടെ എക്സ്പീരിയൻസ് പറയുകയും അവരുടെ അനുഭവങ്ങൾ പറയുകയും അതുപോലെ തന്നെ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തരികയൊക്കെ ചെയ്യുന്നതൊക്കെ ഒരു ഡോക്യുമെന്ററി സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് അത്തരത്തിലൊരു അതൊരു പ്ലസ് പോയിന്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കത് ഒരിക്കലും ഒരു ബോറായിട്ട് തോന്നൂല. അത് വളരെ മികച്ച രീതിയിൽ ബ്ലെൻഡ് ആയിട്ട്, വളരെ മികച്ച രീതിയിൽ എൻഗേജിങ് ആയിട്ട്, നല്ല രീതിയിൽ കോമഡിയും വർക്കൗട്ടാക്കി ഒരുപാട് പഴയ സ്പൂഫ് സാധനങ്ങൾ, പഴയ മലയാള സിനിമയിലെ ഒരുപാട് ഡയലോഗുകൾ, ഒരുപാട് സീനുകൾ, സിനിമ റെഫറൻസുകൾ ഇതെല്ലാം കൂടി വെച്ച് നല്ല രീതിയിൽ എൻഗേജിങ് ആക്കി വളരെ വളരെ രസകരമായിട്ട് ഇതിനെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. സൂപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും താല്പര്യമുള്ളവർ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആൻഡ് മ്യൂസിക് ഇതിൻ്റെ ശങ്കർ ശർമ്മയാണ് ഇതിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഗംഭീര വർക്കായിരുന്നു. തിയേറ്ററിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കേട്ട് നമ്മുടെ നെഞ്ചിടിക്കുന്ന രീതിയിലുള്ള ബാസും ബീറ്റും ഒക്കെ ആയിരുന്നു. സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ പാട്ടുകളാണെങ്കിലും നല്ല രസമുള്ള 2-3 സോങ്സും ഉണ്ടായിരുന്നു. എന്തായാലും തിയേറ്ററിൽ കണ്ട്, അതുപോലെ വിഷ്വലും മികച്ചതായിരുന്നു. അതുകൊണ്ട് തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ക്രാഫ്റ്റ് തന്നെയാണ് ഗഗനാചാരി എന്ന് പറഞ്ഞ ചിത്രം. താല്പര്യമുള്ളവർ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ ഇത്തരത്തിലുള്ള നല്ല നല്ല കണ്ടന്റുകളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കണ്ടന്റുകളൊക്കെ മലയാളത്തിലും ഉണ്ടായി വരത്തുള്ളൂ. അല്ലാതെ മറ്റൊരു ഭാഷയെ കണ്ടിട്ട് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇനി എന്ന് മലയാളത്തിൽ വരാനാ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പം അങ്ങനെയുള്ള ചിന്തകൾ മാറ്റി നമ്മുടെ മലയാളത്തിലേക്ക് അങ്ങനത്തെ ചിത്രങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചിത്രങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും താല്പര്യമുള്ളവരെല്ലാം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരിക്കലും ഒരു മടുപ്പ് ഫീൽ ചെയ്യില്ല. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിക്കും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.